ഹിമാലയത്തിന്റെ നെറുകയിലേക്ക് ഏകദേശം 10,000 അടി ഉയരത്തിലുള്ള ഒരു പുണ്യഭൂമിയിലേക്ക് നമുക്കൊരു യാത്ര പോകാം. കേട്ടാൽ വിശ്വസിക്കാനാവാത്ത ഒരുപാട് കഥകൾ ഒളിഞ്ഞുകിടക്കുന്ന അത്യന്തം ആകർഷകമായ ഒരു സ്ഥലം. അതാണ് ബദരീനാഥ്. എന്തുകൊണ്ടാണ് ബദരീനാഥ് ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്? അതിന്റെ പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട്. ഒരു കാലത്ത് ബദരീനാഥ് ശിവന്റെയും പാർവതിയുടെയും വാസസ്ഥലമായിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും നടക്കാനിറങ്ങി. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ പടിവാതിലിൽ ഒരു കുഞ്ഞ് കരയുന്നത് കണ്ടു. അതുകണ്ടപ്പോൾ പാർവതിയുടെ മനസ്സ് അലിഞ്ഞു. ആ കുഞ്ഞിനെ എടുക്കാനായി അവർ തിടുക്കപ്പെട്ടു. എന്നാൽ ശിവൻ പാർവതിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, "ആ കുഞ്ഞിനെ തൊടരുത്." അതുകേട്ട് ദുഃഖിതയായ പാർവതി ചോദിച്ചു, "എന്താണ് അങ്ങിങ്ങനെ ഒരു ഹൃദയശൂന്യനെപ്പോലെ പറയുന്നത്? ഈ കൊടുംതണുപ്പിൽ ഒരു കുഞ്ഞിനെ എങ്ങനെ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ കഴിയും?" ശിവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഇത് സാധാരണ കുഞ്ഞല്ല. ഈ വിജനമായ സ്ഥലത്ത് മറ്റാരുടെയും കാലടയാളങ്ങൾ പോലുമില്ലാത്ത ഈ മലയിടുക്കിൽ ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് എങ്ങനെ വന്നു? ഇവനൊരു സാധാരണ ശിശുവല്ല." പക്ഷേ തന്റെ മാതൃത്വം ഉണർന്ന പാർവതി പറഞ്ഞു, "ഞാനൊരു അമ്മയാണ്, എനിക്കീ കുഞ്ഞിനെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയില്ല." ആ കുഞ്ഞിനെ എടുത്ത് വീടിനകത്തേക്ക് കൊണ്ടുപോയി. കുഞ്ഞാകട്ടെ പാർവതിയുടെ മടിയിലിരുന്ന് ശിവനെ കുസൃതിയോടെ നോക്കി. ഭഗവാന് കാര്യങ്ങൾ മനസ്സിലായി. പാർവതി കുഞ്ഞിന് ഭക്ഷണം നൽകി സമാധാനിപ്പിച്ചു. ശേഷം കുഞ്ഞിനെ വീട്ടിലിരുത്തി ശിവനോടൊപ്പം അടുത്തുള്ള പുഴയിൽ കുളിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ അവർ ഞെട്ടിപ്പോയി. വീടിന്റെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. "ഇതാരാണിത് ചെയ്തത്?" പരിഭ്രമിച്ചുകൊണ്ട് പാർവതി ചോദിച്ചു. ശിവൻ ശാന്തനായി പറഞ്ഞു, "ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ കുഞ്ഞിനെ എടുക്കരുതെന്ന്. ഇപ്പോൾ കണ്ടില്ലേ, ആ കുഞ്ഞ് വീട് പൂട്ടിയിരിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ മഹാവിഷ്ണുവായിരുന്നു. ആ സ്ഥലം കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവിടെ തപസ് ചെയ്യണമെന്ന് തോന്നി. അതിനായി വിഷ്ണു മെനഞ്ഞെടുത്ത തന്ത്രമായിരുന്നു ഇത്." തന്റെ വീടിന്റെ വാതിൽ തുറപ്പിക്കാനോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഉപദ്രവിക്കാനോ ശിവൻ സാധിക്കില്ലായിരുന്നു. കാരണം ആ കുഞ്ഞ് പാർവതിക്ക് അത്ര പ്രിയപ്പെട്ടവനായിരുന്നു. അങ്ങനെ ശിവനും പാർവതിയും തങ്ങളുടെ വാസസ്ഥലം വിട്ടു പുതിയൊരിടം തേടി യാത്ര തുടങ്ങി. ഒടുവിൽ അവർ എത്തിച്ചേർന്നത് കേദാർനാഥിലാണ്. അങ്ങനെയാണ് ശിവൻ തന്റെ വാസസ്ഥലം നഷ്ടമായതും കേദാർനാഥ് ശിവന്റെ വാസസ്ഥലമായതും. ഇവിടെ കഥ അവസാനിക്കുന്നില്ല. ബദരീനാഥ് എന്ന പേരിന് പിന്നിലും ഒരു കഥയുണ്ട്. ആയിരക്കണക്കിന് വർഷം മഹാവിഷ്ണു ഹിമാലയത്തിലെ കടുത്ത കാലാവസ്ഥകൾ സഹിച്ച് അവിടെ ധ്യാനനിമഗ്നനായി ഇരുന്നിരുന്നു. തന്റെ ഭർത്താവിന്റെ ഈ അവസ്ഥയിൽ വിഷമിച്ച ലക്ഷ്മിദേവി ഒരു ബദ്രിവൃക്ഷമായി വിഷ്ണുവിനു സമീപം കിളിർത്തുയരുകയും അദ്ദേഹത്തെ മഞ്ഞിൽ നിന്നും തണലേകി സംരക്ഷിക്കുകയും ചെയ്തത്രേ. അങ്ങനെ ബദ്രിയായ ലക്ഷ്മിയുടെ നാഥൻ എന്ന അർത്ഥത്തിൽ ഈ സ്ഥലം ബദരീനാഥ് എന്നറിയപ്പെട്ടു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. ഇങ്ങനെയുള്ള കൂടുതൽ കഥകളുമായി വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.